ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത്. മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായി നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവിനെ നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പാടി ആരാധിക്കാം. ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് താളത്തോടെ അഭിഷേക നിറവിൽ എല്ലാ മക്കളും ഏറ്റുപാടി ആരാധിച്ച് ജോയേ ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ പരസ്പരം പറഞ്ഞ് ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ അഭിഷേകം അഴിഞ്ഞുകൊണ്ടിരിക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ അഭിഷേകം ഏറ്റെടുത്ത് പഠിക്കേ. ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു കാര്യങ്ങൾ ഉയർത്തിയടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ശക്തിയോടെ വിശ്വസിച്ച ദൈവത്തിന്റെ അഭിഷേകം ഏറ്റുപാടിക്കേ. കെട്ടുകൾ, നിരാശയുടെ കെട്ടുകൾ, ദുഃഖത്തിന്റെ കെട്ടുകൾ, മനോഭാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ. സുരിച്ച് പാടി ആരാധിക്കും മക്കളെ. ഇത് കൃപയുടെ സമയം, കർത്താവ് ഇറങ്ങി വരുന്ന സമയം, ഇത് അത്ഭുതത്തിന്റെ സമയം. ഒരിക്കൽ ഒരു വിശ്വാസം ഏറ്റുപറഞ്ഞ് എന്റെ കർത്താവിനെ എല്ലാം സാധ്യമാണ്, എന്റെ ദൈവത്തിനെല്ലാം സാധ്യമാണ്, അവിടത്തേക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. ആ ബോധ്യത്തോടെ ഏറ്റുപാടി ആരാധിക്കാം. യെസ് യെസ് ലോർഡ്. സന്തോഷത്തോടെ എല്ലാവരും ശക്തിയോടെ കരമടിച്ച് പരിശുദ്ധാത്മ നിറവിൽ ആനന്ദിച്ചു പാട്. അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല, അസാധ്യമായി ഒന്നുമില്ല. പരസ്പരം ബോധ്യത്തോടെ പറഞ്ഞു പാടിയേ. അസാധ്യമായി ഒന്നുമില്ല, ഒന്നുമില്ല, ഹല്ലേലൂയ. അസാധ്യമായി ഒന്നുമില്ല. അഭിഷേകം ശക്തി പടരട്ടെ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ ദൈവത്തിനെല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാലെല്ലാം സാധ്യമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാലെല്ലാം സാധ്യമേ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിനാൽ എല്ലാം സാധ്യമേ. പറഞ്ഞേ.
സഹോദര സഹോദരി, ഒന്നുമില്ല അസാധ്യമാ, ഒന്നുമില്ല അസാധ്യമായി ഒന്നുമില്ല. ഈ ദൈവിക വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. സ്വർഗം തുറക്കപ്പെടുന്ന സമയം, ദൈവശക്തി ഇറങ്ങുന്ന സമയം, കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, മനമുയർത്തി യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. ആബാപിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വരിക പരിശുദ്ധാത്മാവേ, അനേകമായിരം അഭിഷേകം ചെയ്യാൻ വരിക. നിരാശ ബന്ധന കെട്ടുകളെ, മനോഭാരത്തിന്റെ മുഖങ്ങളെ, വർഷങ്ങളായി ദുഃഖത്തിന്റെ ബന്ധനത്തിൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ജീവിതങ്ങളെ വിമോചിപ്പിക്കുവാൻ വരിക പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകായിരങ്ങളിലേക്ക് അഭിഷേകത്തിനാക്കി കത്തി പടരട്ടെ. സ്വർഗത്തിന്റെ ആനന്ദം നിറയട്ടെ, സ്വർഗീയ പ്രത്യാശ നിറയട്ടെ. കുടുംബങ്ങളിലൂടെ കർത്താവേ അവിടുന്ന് പുരാത്തവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേറ്റി വിളിക്കും മക്കളെ. ഇത് അനുഗ്രഹത്തിന്റെ സമയം, സ്വർഗം ഇടപെടുന്ന സമയം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകമായിരങ്ങളെ സ്പർശിക്കണമേ. അവിടെ നിരവധിയായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ കർത്താവേ കരം നീട്ടി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഇത് കൃപയുടെ സമയം, ഇത് അനുഗ്രഹത്തിന്റെ സമയം, ഇത് വിടുതലിന്റെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവർത്തിക്കണമേ കർത്താവേ, കരം നീട്ടി പ്രവർത്തിക്കണമേ. Lord, touch, 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 Lord, touch, Lord. ഓരോ ഹൃദയങ്ങളെയും, ഓരോ ജീവിതങ്ങളെയും, ഓരോ കുടുംബങ്ങളെയും അങ്ങ് സ്പർശിക്കണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള വലിയ വിശ്വാസ ബോധ്യത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുവാൻ, വളരുവാൻ അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, പ്രവാചകരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവ സാന്നിധ്യത്തിന്റെ തണലിലായിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൽ ആരാണ് പ്രവേശിക്കുക എന്നതിനെ കുറിച്ചെല്ലാം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പങ്കുവെക്കുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ ചോദിച്ചു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കാണ് കഴിയുക? ഈ സമയം യേശു തന്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും വിട്ടുമാറാത്ത ദുഃഖഭാരവുമായി അനേകർ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഈ വചനത്തിൽ, ഈ ദൈവിക വാഗ്ദാനത്തിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല, ആകുലതയ്ക്ക് സ്ഥാനമില്ല, ദുഃഖത്തിന് സ്ഥാനമില്ല, അവരുടെ ജീവിതത്തിന് ഒരു മനോഭാരങ്ങൾക്കും സ്ഥാനമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്,
എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നാളുകൾക്ക് മുൻപ് എന്റെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ഞാൻ ആ പ്രതിസന്ധി ഓർത്ത് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടുന്നില്ല. എന്റെ മനസ്സിന് വേണ്ടത്ര വിധത്തിലൊരു ആശ്വാസം കിട്ടുന്നില്ല. വലിയ വിശ്വാസത്തോടെ ഈ വചന വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനത്തെ ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എന്റെ കർത്താവിന് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ് എന്ന് പലപ്പോഴും ഞാൻ ഏറ്റുപറഞ്ഞിട്ടും വേണ്ടത്ര ഒരു ആശ്വാസം എന്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നു. എന്റെ ആ സുഹൃത്തിന് ദൈവം ദാനമായി 2 മക്കളെ കൊടുത്തിട്ടുണ്ട്, ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും. 6 വയസ്സുള്ള മൂത്ത മകനും 4 വയസ്സുള്ള മകളും. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന നിമിഷത്തിലെ ഈ 2 കുഞ്ഞുങ്ങളും ഓടി വന്ന് എന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ അങ്കിൾ ഞങ്ങൾ ഇന്ന് 25 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്, 25 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിശയമായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കളക്ട് ചെയ്തിരിക്കണേ? സാധാരണ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേക വിനോദമാണല്ലോ സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ, ഇങ്ങനെ പലതും അവർ കളക്ട് ചെയ്യും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കളക്ട് ചെയ്തിരിക്കണേ? ഉടനെ 6 വയസ്സുള്ള കൊച്ചു മുടുക്കൻ പറഞ്ഞു, അങ്കിൾ ഞങ്ങൾ ഇന്ന് 25 വചനം കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ആ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. ഞാൻ അവരോട് പറഞ്ഞു, എങ്കിൽ മക്കളെ അങ്കിളിന് ആ വചനം ഒന്ന് കേൾക്കണം, നിങ്ങൾ ആ വചനം പങ്കുവയ്ക്കാൻ പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറകളെ ദൈവവചനത്തിന് അടിസ്ഥാനത്തിൽ വളർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങള് ആത്മനിറവിൽ വലിയ സന്തോഷത്തോടെ ഈ വചനങ്ങൾ ഇങ്ങനെ പങ്കുവെക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ 4 വയസ്സുള്ള ആ കൊച്ചു മിടുക്കി അവളിങ്ങനെ ഓടി വന്നിട്ട് അമ്മയുടെ അടുത്തുനിന്ന്, കിച്ചണിൽ നിന്ന് ഓടി വരുന്നത്, അടുക്കളയിൽ നിന്ന് ഓടി വരുന്നത്, അവൾ ഓടി വന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറയും, അങ്കിൾ അങ്കിൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോവും. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവൾ ഓടി വന്നിട്ട് പറയും, അങ്കിൾ അങ്കിൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വീണ്ടും അവൾ ഓടിപ്പോവുക. വീണ്ടും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്ന് പറയാണ്, അങ്കിൾ അങ്കിൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇങ്ങനെ 4-5 പ്രാവശ്യം എന്നെ നോക്കിക്കൊണ്ട് വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ആ കൊച്ചു മിടുക്കി അവള് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ വചനം കൂടെ കൂടെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സന്തോഷേ, ഈ ദൂത് നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ള ദൈവത്തിന്റെ സ്വരമാണ്. ആ സമയത്തൊരു വലിയ അഭിഷേകം എന്റെ മേൽ വന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു. നാളുകളായി എന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വളരെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരുന്ന ആ വിഷയത്തിൽ നിന്ന്, ആ പ്രതിസന്ധിയിൽ നിന്ന് എന്റെ കർത്താവ് അത്ഭുതകരമായി ആ 4 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയിലൂടെ എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ! എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മനുഷ്യർക്ക്, ഈശോ പറഞ്ഞു, മനുഷ്യർക്ക് അങ്ങനെയല്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പരിമിതികളുള്ളവരാ, നമ്മൾ കുറവുകളുള്ളവരാ, നമ്മൾ ബലഹീനരാ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് അവൻ സകലത്തിനു മതിയായവനാണ്. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൈവദൂതനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എങ്ങനെ സംഭവിക്കും? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയും. അവിടെ മറിയത്തെ നോക്കി ദൂതൻ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രവാചകനായ ജെറമ്യയുടെ ജീവിതത്തിലോട്ട് നോക്ക്. ജെറമ്യയോട് ദൈവം പറഞ്ഞു, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ അവിടെ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ എല്ലാ മർത്യരുടെയും ദൈവമായ കർത്താവല്ലേ, ഈ ലോക ജനതയുടെ, ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവ് ഞാനല്ലേ? എന്നിട്ട് ദൈവം ചോദിക്കുക, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ?
വർഷങ്ങൾക്ക് മുമ്പ് ജെറമ്യ പ്രവാചകനോട് ഈ ചോദ്യം കർത്താവ് ചോദിച്ചുവെങ്കിൽ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് ചോദിക്കുക, മകനെ, മകളെ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എന്താ നമ്മുടെ അഭിപ്രായം? സഹോദര, കർത്താവിന്റെ ചോദ്യത്തിന് എന്താ മറുപടി നൽകാനുള്ളത്? ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വചനത്തോട്ട് വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അബ്രഹാം ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വാഗ്ദാനം അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ ആയപ്പോൾ ഞാൻ വിചാരിക്കുന്നു അബ്രഹാമിന് കുറേശ്ശെ വേദനയും ദുഃഖവും നിരാശയൊക്കെ വരാൻ തുടങ്ങി. നാട്ടുകാരും വീട്ടുകാരൊക്കെ അബ്രഹാമിനെ നോക്കി കളിയാക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ ദൈവം തരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ, എന്തായിടാ, നിന്റെ വിശ്വാസം എന്തായി? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം എവിടെയായി എന്നൊക്കെ ചോദിച്ച് പലരും കുറ്റപ്പെടുത്തിയപ്പോഴും കളിയാക്കിയപ്പോഴും അബ്രഹാമിനെ ഹൃദയത്തിൽ ചെറിയ വേദനകൾ വരാൻ തുടങ്ങി. വചനം പറയുന്നുണ്ട്, ഉൽപ്പത്തി 17:1, ദൈവമായ കർത്താവ് അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സർവശക്തനായ ദൈവമാണ്, എനിക്കൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. ആകുലപ്പെട്ടിരിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. പ്രിയ മക്കളെ, വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. സർവശക്തനായ ദൈവമാണ്, എനിക്ക് അസാധ്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഈ വെളിപ്പെടുത്തൽ ദൈവം അബ്രഹാമിന് നൽകി കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി. അവന്റെ സംശയം മാറി, നിരാശ മാറി, ദുഃഖം മാറി, ഭയം മാറി, എല്ലാവിധത്തിലുള്ള വേദനയും മാറി. ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരെ അബ്രഹാം ചിന്തിച്ചില്ല. അതുകൊണ്ടാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിന്റെ സന്തതി പ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതിനനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രഹാം വിശ്വസിച്ചു. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അബ്രഹാമിന് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പ്രതീക്ഷയോടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ അബ്രഹാമിന് കഴിഞ്ഞത് ഈ വചനത്തിലുള്ള വിശ്വാസമായിരുന്നു. ഏത്? ദൈവത്തിനൊന്നും അസാധ്യമല്ല. സാമ്പത്തിക തകർച്ചകളുമായി, കടബാധ്യതകളുമായി ഒരുപാട് നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ഈ തകർച്ചകളെ ഉയർച്ചയാക്കി മാറ്റാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയി, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, പഠനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ, ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വഴിമുട്ടി നിൽക്കുന്ന അനേകരെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്ന് പുത്തൻ പരിപാലനയുടെ അഭിഷേകം പകർന്ന് നിങ്ങളെ വഴി നടത്തുവാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. തൊടുപുഴ വാഴക്കൊള്ളം അടുത്ത് ആവൂൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ഹോമിയോപ്പതി ഡോക്ടറുണ്ട്, ഡോക്ടർ ജോസ് കൊട്ടാഞ്ചേരി. അദ്ദേഹം ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. ഇന്ന് അനേകം ജീവിതങ്ങളെ കർത്താവിന്റെ പ്രത്യാശയിലേക്കും സ്വർഗരാജ്യത്തിന്റെ ദർശനത്തിലേക്കും നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ ആയുധമാണ് ഈ ഡോക്ടർ. 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് ഡോക്ടർ ജനിച്ചത്. ഡോക്ടറുടെ മാതാപിതാക്കളുടെ പ്രത്യേകത തികഞ്ഞ വിശ്വാസമുള്ളവരായിരുന്നു. ദൈവാശ്രയത്വത്തിൽ അടിയുറച്ചവര്. ഈ 11 പേരിൽ 8 പേര് ആൺമക്കളാണ്. ഈ 7 ആൺമക്കളും, ഡോക്ടർ ഒഴികെ 7 ആൺമക്കളും അവർ മരിച്ചുപോയി. ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വളരെ ചെറുപ്പത്തിലും അല്ലാതെയും പല ആൺമക്കളും മരിച്ചു പോകുമ്പോൾ ദൈവത്തോട് പരാതി പറയാതെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നതെന്ന് ദൈവത്തോട് പിറുപിറുക്കാതെ ദൈവത്തിന്റെ പദ്ധതിയിലും ദൈവിക വാഗ്ദത്തങ്ങളിലും മുറുകെ പിടിച്ച് തികഞ്ഞ വിശ്വാസത്തോടെ മുൻപോട്ട് പോയി. ഇവർക്കെല്ലാം സംഭവിച്ചിരിക്കുന്നത് ബൈ ബർത്തിൽ തന്നെ ഹിമോഫീലി എന്ന് പറയുന്ന ഒരു മാരകമായ രോഗം, ഇന്നർ ബ്ലീഡിംഗ്, ആന്തരികമായിട്ടുള്ള ബ്ലീഡിംഗ്. ഇതുമൂലം ശരീരം മുഴുവൻ അസഹ്യമായ വേദന. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ലക്ഷങ്ങളിൽ ചിലർക്ക് മാത്രം വരുന്ന ഒരു മാരകമായ രോഗം.
ഡോക്ടറുടെ 7 സഹോദരന്മാര് മരിച്ചുപോയി. മെഡിക്കൽ സയൻസ് വിധി എഴുതി ഈ ഡോക്ടർക്കും അധികം ആയുസില്ല, അദ്ദേഹവും അധികം താമസിയാതെ മരിക്കുമെന്ന്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും കർത്താവിന്റെ കൃപയിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിൽ തികഞ്ഞ സന്തോഷമുള്ളവനായി ഡോക്ടർ ജീവിക്കുകയാണ്. ഞാൻ ഈ ഡോക്ടറോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആരോടും ഒന്നിനോടും പരാതിയില്ലാതെ എല്ലാറ്റിനെയും ഓർത്ത് സന്തോഷിക്കാൻ, പ്രത്യാശിക്കാൻ കഴിയുന്ന ഈ ഒരു ജീവിതം, ഈ ഒരു ശൈലി എങ്ങനെയാണ് ഡോക്ടർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്? ഡോക്ടർ പലപ്പോഴും എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, സഹോദര, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഈ വചനമാണ് എന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത്. ഈ വചന വാഗ്ദത്തമാണ് പ്രത്യാശയോടെ മുന്നേറുവാൻ എനിക്ക് ബലം തരുന്നത്. ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിൽ പ്രത്യേകമായ 6 രോഗങ്ങൾക്ക് അദ്ദേഹം പുതിയ മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. മെഡിക്കൽ ബോർഡ് അതിന് ലൈസൻസും നൽകി. പ്രിയ ദൈവമക്കളെ, ആ ജീവിതം ഇന്ന് ഒരു സാക്ഷ്യമാണ്. ദൈവത്തിന്റെ ഒരു അത്ഭുതമാണ്. ഇത് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ വചനവാഗ്ദത്തമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിലും നാം പ്രതീക്ഷയോടെ മുന്നേറേണ്ടത് ഈ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട, നമ്മൾ ഒന്നിനെ കുറിച്ച് നിരാശപ്പെടേണ്ട. ഏത് പ്രതികൂലങ്ങളിലും, ഏത് പ്രതിസന്ധികളിലും, ഏത് തകർച്ചകളിലും, ഏത് വേദനകളിലും അത്ഭുതകരമായി വഴി തുറന്ന് നമ്മൾ മുൻപോട്ട് നയിക്കാൻ മതിയായൊരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ വലിയ വിശ്വാസ ബോധ്യം നമ്മളിൽ ആളിക്കത്തട്ടെ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങളെയും സകല വേദനകളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രത്യാശയോടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ദിവ്യകാരുണ്യമേ, എന്റെ പൊന്നേശുനാഥ, വന്നു വാണിടുമോ എന്റെ ഹൃദയത്തിനുള്ളിൽ? ഇന്നു കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയെ. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ കുർബാനയായി നമ്മെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകമായി പ്രത്യാശ നഷ്ടപ്പെട്ട് സ്വർഗീയ ആനന്ദം ഇല്ലാതെ നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ജീവിതങ്ങളെയും കർത്താവിന്റെ തിരുമുൻപിൽ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. പ്രിയ സഹോദര സഹോദരി, ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപൂർവ്വം നിങ്ങൾ തുറന്നു പിടിക്കുക. കുടുംബത്തെ ഓർത്ത്, ജീവിതത്തെ ഓർത്ത്, ഒരുപാട് മേഖലകളെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് സന്തോഷിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, കർത്താവിനെ മനം തുറന്ന് ആരാധിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ ആരാധന നിമിഷങ്ങളിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്ക് ഇതാ കർത്താവിന്റെ അത്ഭുത അഭിഷേകം ഒഴുകപ്പെടുകയാണ്. യേശുവേ, 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 കരുണ തോന്നണമേ, കൃപ വർഷിക്കണമേ. അനേകം ആയിരങ്ങളിലേക്ക് ഈ സമയം അവിടുത്തെ സാന്നിധ്യം അഭിഷേകമായി കത്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ആരും അലസമായി ഇരിക്കരുത്. ഇത് വലിയ അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഗ്രഹത്തിന്റെ സമയങ്ങളാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കേ. യേശുവേ, 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 എൻ ദൈവമേ, നീ എന്നും മതിയായി. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം സൗഖ്യമായി, കൃപയായി, ശക്തിയായി, അനുഗ്രഹമായി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ കത്തിപ്പടരുകയാണ്. സ്വീകരിച്ചു പ്രാർത്ഥിക്കും മക്കളെ, സ്വീകരിച്ചു പ്രാർത്ഥിക്കേ. ഇത്
ദൈവാനുഗ്രഹത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ, അനേകരെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. ഈശോയെ, 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 ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ഈ ആരാധന ശുശ്രൂഷ വഴി അങ്ങ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.